വോയിസ് ഓഡിയബിൾ ആണോ? ആരെങ്കിലും ഒന്ന് പറയാവോ? ഓക്കെ ആണ്, ഓക്കെ ആണ്. ഓക്കെ ആണ് അല്ലേ? ശരി ശരി. അപ്പൊ നമ്മളുടെ മീറ്റിംഗ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. 946 മെമ്പേഴ്സ് ആണ്. ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ 1K ടച്ച് ചെയ്തതിന് ശേഷം തുടങ്ങാം നമുക്ക്. ഓൾമോസ്റ്റ് നമ്മളുടെ 1K ടച്ച് ആവാറായിട്ടുണ്ട്. ഒരു 4-5 പേരും കൂടി ആവശ്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ പുതിയ സൂം മീറ്റിംഗ്, പുതിയ കമ്പനിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. എൻ്റെ പേര് റെജിൽ എന്നാണ്. അപെക്സ് ടോക്കൺ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 9 മാസമായിട്ട് വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിജിത്ത് സാറിനെയാണ്. നല്ല അറിയാവുന്നതുകൊണ്ട് തന്നെ സാറിനെ സ്ക്രീനിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സാർ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നമ്മുടെ ഭാഗമായി ഇത്രയും കഴിഞ്ഞ ഒരു 20 മാസത്തോളം നമ്മുടെ കൂടെ ആക്റ്റീവ് ആകുന്ന എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഉണ്ട്. 20 മാസത്തോളം തൊട്ട് തുടങ്ങിയ നമ്മുടെ പ്രൊജക്റ്റ് കഴിഞ്ഞ ഫേസ് 1 എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്റ്റിന്റെ ഭാഗത്തിലുണ്ടായിരിക്കുന്ന നമ്മൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. എല്ലാം പലതും നമ്മൾ ഓവർകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ സിറ്റുവേഷൻസും നമുക്ക് ഇനിയും ഓവർകം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ കഴിഞ്ഞ സൂം മീറ്റിൽ വിഡ്രോവലിന്റെ കാര്യങ്ങൾക്കുള്ള പരിമിതികൾ, എക്സ്ചേഞ്ചിന്റെ ലോഞ്ചിങ്ങും അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന്റെ ലീഗൽ അപ്രൂവൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചിന്റെ സോമായ മുഴുവനായിട്ടുള്ള രീതിയിലുള്ള നടത്തിപ്പിനും നമുക്ക് പറഞ്ഞു വെച്ചിരുന്ന മാർച്ച് 31-നേക്കാൾ കൂടുതൽ സമയമെടുക്കുന്ന കഴിഞ്ഞ സൂം മീറ്റിൽ ഓൾറെഡി പറഞ്ഞാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അതിൻ്റെതായ പല വിഷമങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും കമ്പനി അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല അപ്പെക്സ് അത് എത്രയും പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ് 1 എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ച് ലോഞ്ച് ചെയ്യേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ ഫേസ് 2 ലോഞ്ച് ചെയ്തു. ഒരു കമ്പനി നമ്മുടെ അപ്പെക്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പെക്സിന്റെ പ്രൊജക്ട് എന്ന് പറയുന്നത് അപ്പെക്സ് സ്റ്റോക്കാണ്. എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോടും ഫേസ് 2ലേക്ക് കടന്നു വരണമെന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു
നിർദ്ദേശം ഉണ്ടാവുകയുണ്ടായി. തീർച്ചയായിട്ടും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ പ്രൊജക്ടിന്റെ വളർച്ച എന്തായാലും ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും അതിന്റെ ഭാഗമാവുക എന്നുള്ളത് നിർബന്ധമല്ല, പക്ഷേ എല്ലാവരും ചേരുന്നതിലാണ് കമ്പനിയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത്. എക്സ്ചേഞ്ച് എത്രയും പെട്ടെന്ന് നിയമപരമായിട്ടുള്ള എല്ലാ കാരണങ്ങളും തീർത്ത് എല്ലാ തടസ്സങ്ങളും നീക്കി മുന്നോട്ട് പ്രവർത്തികമാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. പല കമ്പനികളും വന്ന് പോയ ചരിത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും 90% കമ്പനികളുടെയും ഒരു ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് കാര്യങ്ങളൊന്നും ആർക്കും ആക്റ്റീവ് ആക്കാൻ പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മൾ അപ്പെക്സ് ലിസ്റ്റ് ചെയ്ത പോലെ 5 എക്സ്ചേഞ്ചുകൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. ആ എക്സ്ചേഞ്ചുകൾ ത്രൂ ഉള്ള ഒരു പറയത്തക്ക രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ലിസ്റ്റിംഗ് ഒരു എക്സ്ചേഞ്ചുകളിലും കൃത്യമായി നടത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും അല്ലെങ്കിൽ പല പ്രൊജക്റ്റുകൾക്കും ഇത്തരമൊരു അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. അപ്പെക്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്ന് വളരെ ലൈവായിട്ട് കൃത്യമായി ബിസിനസ്സുകൾ നടക്കുന്നുണ്ട്, ട്രേഡ് നടക്കുന്നുണ്ട്, ലൈവ് ആവുന്നുണ്ട്. ബിനാൻസ് പോലത്തെ എക്സ്ചേഞ്ചുകളൊക്കെ നമുക്ക് മുന്നിൽ വെച്ച ചില ക്രൈറ്റീരിയകളുടെ ഭാഗമായി ഇത്ര ട്രേഡ് നമ്മുടെ വേണം, അല്ലെങ്കിൽ ഇത്ര ട്രാൻസാക്ഷൻസ് വേണം, ഇത്ര ട്രേഡ് വോളിയം ബിൽഡ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയാസ് പലതുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് സൗത്ത് കൊറിയയിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പല എക്സ്ചേഞ്ചുകളും കുക്കോയിനും മെക്സിയും അതുപോലെ തന്നെ പൊളോണിക്സ് പോലത്തെ ടയർ 2 ടയർ 1 റേഞ്ചിലുള്ള എക്സ്ചേഞ്ചുകൾ വരെ സൗത്ത് കൊറിയയിൽ ബാൻഡായി. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും അതാത് എക്സ്ചേഞ്ചുകൾക്ക് ഇന്ന് നമ്മുടെ ബിനാൻസ് പോലും ഇന്ത്യയിൽ 3-4 മാസത്തോളം വർഷങ്ങളോളം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു, സുഗമമായി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് നിയമത്തിന്റെ പരിമിതി കാരണം 3 to 6 മാസത്തോളം ഇവിടെ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമസമിതിക്ക് അത്തരം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ രാജ്യത്തും ഇത്തരം റെസ്ട്രിക്ഷൻസുകൾ ഉണ്ടാവുന്നതാണ്. നമ്മളും അതുപോലെ പ്രാക്ടിക്കലി നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചിരുന്നു. പരിമിതികൾ കാരണം നമുക്കും ഇപ്പോഴത്തെ ഒരു ടെമ്പററി പോസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് എത്രയും പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടുള്ള, അതായത് 100% ക്യാപിറ്റൽ പോലും റിസീവ് ചെയ്യാൻ സാധിക്കാത്ത നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വേണ്ടി ഏപ്രിൽ 15 തൊട്ട് ഫേസ് 1 അവരുടെ മെയിൻ വാലറ്റിലുള്ള ബാലൻസ് കിടക്കുന്ന, മെയിൻ വാലറ്റിൽ വന്ന് കിടക്കുന്ന ബാലൻസ് ഉണ്ട്. ആ ബാലൻസുകൾ 10% വെച്ച് ഫേസ് 2 മാറ്റി കൊടുക്കുന്നതായിരിക്കും. അത് ബേൺ ചെയ്ത് സ്റ്റേക്ക് ചെയ്ത് അവർക്ക് നൽകുന്നതായിരിക്കും. പിറ്റേ ദിവസം മുതൽ അവർക്ക് കൊണ്ടുപോയി നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏത് എക്സ്ചേഞ്ചുകളിലാണെങ്കിലും, ബിറ്റ്മാർട്ടോ, എൽ ബാങ്കോ, XC.comോ ഏത് എക്സ്ചേഞ്ചുകളിലാണെങ്കിലും അത് മാറ്റി USDT ആക്കി മാറ്റാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും ചെയ്യാനുള്ള രീതിയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനും അതൊരു മുന്നോട്ടേക്കുള്ള നമ്മുടെ ഫേസ് 2 ആണെങ്കിൽ പോലും നമ്മുടെ ബിസിനസ്സുകളിൽ ചെയ്യാനുള്ളതും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ എഡ്യൂക്കേറ്റ് ആവാനും പഠിക്കാനും ഉള്ളൊരു സാഹചര്യം നമ്മൾ മുന്നോട്ട് തുറന്നു വെക്കുകയാണ്. അപ്പോൾ മെയിൻ വാലറ്റിൽ കിടക്കുന്ന അവരുടെ ബാലൻസിനെ ഇത് നമ്മൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുന്നത് 100%, അതായത് ക്യാപിറ്റൽ പോലും വിഡ്രോ ചെയ്ത് കിട്ടാത്തവരെയാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ആദ്യം പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ചില അപ്ഡേഷൻസോ ഓൾട്ടറേഷൻസോ ഒക്കെ ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരിലേക്കും കൃത്യമായ ഒരു മെസ്സേജ് ബാക്കി നമ്മുടെ മെയിലുകളായിട്ടും ഡീറ്റെയിൽ ആയിട്ടും വരും. എങ്കിലും ഞാൻ സാധിക്കുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ശ്രമിക്കുന്നു. 100% പോലും ക്യാപിറ്റൽ കിട്ടാത്ത നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, അതായത് ക്യാപിറ്റൽ റിസീവ് ആയി കിട്ടാത്ത നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന്റെ വാലറ്റിലുള്ള, മെയിൻ വാലറ്റിലുള്ള അവരുടെ ബാലൻസിന്റെ 10% ഏപ്രിൽ 15 അവരുടെ ഫേസ് 2 ബേൺ ചെയ്ത് സ്റ്റേക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ROI തൊട്ടടുത്ത ദിവസം തൊട്ടേ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ ആഴ്ചകളിലും വെച്ച് 10% വെച്ച് മെയിൻ വാലറ്റിൽ നിന്നുള്ള ബാലൻസ് തിരിച്ചെടുത്ത് നിങ്ങളുടെ ഫേസ് 2 ലോഞ്ച് ചെയ്ത് നമ്മൾ ബേൺ ചെയ്ത് തരുന്നതായിരിക്കും. നമ്മുടെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലും നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് വർക്ക് ചെയ്യാനും ഉള്ള എളുപ്പത്തിനുള്ള സാഹചര്യത്തിന് വേണ്ടിയും കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ എക്സ്ചേഞ്ചിന്റെ പൂർണ്ണമായ പ്രവർത്തനം
ലൈവ് ആക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഒപ്പം തന്നെ എക്സ്ചേഞ്ചുകളിലേക്ക് മാറ്റിയ കുറച്ച് പല നമ്മുടെ റീസെന്റ് ആയിട്ട് നമ്മുടെ പല കമ്മ്യൂണിറ്റി മെമ്പേഴ്സും എക്സ്ചേഞ്ചുകളിലേക്ക് ബാലൻസ് മാറ്റിയിട്ടുണ്ട്. ആ മാറ്റിയ ബാലൻസുകളെ നിങ്ങൾക്ക് തിരിച്ച് നമ്മുടെ ഫേസ് വണ്ണിന്റെ സൈറ്റിലേക്ക് തന്നെ അല്ലെങ്കിൽ ആ വാലറ്റുകളിലേക്ക് തന്നെ തിരിച്ച് കയറ്റാനുള്ള ഓപ്ഷൻസും കമ്പനി ഓപ്പൺ ആക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഫേസ് വണ്ണിൽ ചെയ്ത എല്ലാവരും തന്നെയും ഫേസ് 2ലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. ആ ഫേസ് 2ലേക്ക് കണക്ട് ചെയ്യുന്നവർക്കായിരിക്കും ഈ സാധ്യതകളും ഉണ്ടാവുക മുന്നോട്ട്. 15-ന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ ഫേസ് 1-ൽ ഉള്ള ID ഉള്ളവർ ഫേസ് 2-ൽ കണക്ട് ചെയ്യാത്തവർക്ക് ROയുടെ ജനറേറ്റ് ചെയ്യുന്നതിന് ആ ദിവസത്തിന് ശേഷം സാധിക്കുന്നതായിരിക്കില്ല. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അപ്പെക്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പെക്സിന്റെ ടോക്കൺ ആണ് ഏറ്റവും വലിയ കമ്പനിയുടെ പ്രോജക്റ്റ്. അപ്പോൾ എല്ലാവരും അത് വർക്കൗട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെ ഫേസ് 2ലേക്ക് വരണമെന്നുള്ളൊരു അഭ്യർത്ഥിക്കുന്നു. ഫേസ് 1 നമ്മുടെ സെൻട്രലൈസ്ഡ് സിസ്റ്റവും ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റവും നിലവിൽ ഫേസ് 2-ലുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്തേക്കുള്ള പല കോംപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ആ കോംപ്ലക്സിറ്റി കാരണം തന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പലരും എത്തിച്ചെയ്യാൻ മടി കാണിച്ചു നിന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ ലീഡേഴ്സിലേക്കും കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും കൃത്യമായ രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്ത് നിങ്ങളെല്ലാം പഠിപ്പിച്ച് ഇത് എങ്ങനെയാണ് ദിവസവും മുടങ്ങാതെ വിഡ്രോവൽ എടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോവൽ എടുക്കാനുള്ള പോസിബിലിറ്റീസും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നും കൃത്യമായി അതാത് ലീഡേഴ്സിനൊക്കെ വേണ്ട രീതിയിൽ ഉള്ള പരിജ്ഞാനമുണ്ട്. അതിനുള്ള നോളജ് എല്ലാവരും ഓൾറെഡി എടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങളെ സഹായിക്കാൻ അപ്പെക്സിന്റെ കമ്പനി ആണെങ്കിലും അപ്പെക്സിന്റെ ലീഡേഴ്സ് ആണെങ്കിലും എല്ലാവരും മുന്നിട്ട് നിൽക്കുന്നതായിരിക്കും. ഞാനും അതോടൊപ്പം തന്നെ സാധിക്കുന്ന രീതിയിൽ പലർക്കും പറ്റാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. കമ്പനിയുടെ ഒഫീഷ്യൽ സർക്കുലർ ഈ സൂം മീറ്റിന് ശേഷം കൃത്യമായ ഡീറ്റെയിലോടുകൂടി എല്ലാവരിലേക്കും എത്തുന്നതായിരിക്കും. കൃത്യമായ നിങ്ങൾക്കുള്ള ബാക്കിയുള്ള ഇതുമായിട്ട് ബേസ് ചെയ്തുള്ള ഡൗട്ടുകളെല്ലാം നിങ്ങളുടെ ലീഡേഴ്സ് തന്നെ നൽകുന്നതായിരിക്കും. എക്സ്ചേഞ്ച് വഴി ഫേസ് 2 വഴിയുള്ള കൃത്യമായിട്ടുള്ള വിഡ്രോവലിന്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള കൃത്യമായ ക്ലാസ്സുകളും നമ്മൾ ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നൽകുന്നതായിരിക്കും. എല്ലാവരും ചെയ്ത് വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഫേസ് 1-ൽ നിന്ന് ഉള്ളതിന് പോലെ തന്നെ ഫേസ് 2-ൽ 7 ദിവസമാണ് വിഡ്രോവൽ ഉള്ളത്. ഇതൊരു 365 ദിവസമോ അല്ലെങ്കിൽ 225 ദിവസമോ എന്നുള്ള രീതിയിലുള്ള ഒരു ദിവസ കണക്കിലുള്ള ഒരു പ്ലാൻ അല്ല. എക്കാലവും എവർലാസ്റ്റിംഗ് ആയിട്ട് നിന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനാണ് അല്ലെങ്കിൽ ഒരു വഴിയാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പെക്സിനെ യൂട്ടിലൈസ് ചെയ്ത് അപ്പെക്സിന്റെ ടോക്കണിന്റെ വാല്യൂയെ നിങ്ങൾ തന്നെ വളർത്തിയെടുത്ത് നമ്മുടെ ഒപ്പം കൂടെ നിന്ന് സഹകരിച്ച് എല്ലാവരും ഒപ്പം ഉണ്ടാവുമെന്ന് അപേക്ഷിക്കുന്നു. ഏതെങ്കിലും പോയിന്റുകൾ പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ പോലും മെയിലിൽ കൃത്യമായ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരുവിധം കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും എല്ലാവർക്കും ഒരു നല്ല ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് അപ്പെക്സിന്റെ കൂടെ നിന്നതിനും അപ്പെക്സിനെ സപ്പോർട്ട് ചെയ്തതിനും ഇനിയും അപ്പെക്സിന്റെ കൂടെ സജീവമായി നിൽക്കുകയും വേണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തിക്കൊള്ളുന്നു. താങ്ക് യു.